ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ചെറിയ ബോംബാണെന്നൊക്കെ തോന്നിപ്പോകും, പക്ഷെ ആക്ഷൻസ് മാത്രമാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. VFX ഇത്ര കാലം ഇറങ്ങിയാൽ ഏറ്റവും ബെസ്റ്റ്. പോകുമ്പോൾ ഇങ്ങനെ പോയി ഇറത്ത് വന്നു അവിടെ പോകണം, പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ പോയി പൊട്ടണ്. ഇതൊക്കെ എന്തോന്ന്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഏരീസ് പ്ലസിൻ്റെ മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പ്രഭാസിൻ്റെ കൽക്കി മൂവിയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. സിനിമ തീർന്നതിന് ശേഷം പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ ചോദിച്ചറിയാം. പടം എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗ് ആയിരുന്നു, പിന്നെ സെക്കൻഡ് ലാഗ് ഹാഫ് ഒക്കെ ഉള്ളായിരുന്നു. പടം തീരല്ലെന്ന് പറയണത് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഹാഫ് ടൈം ആയത്. ഹാഫ് ടൈം ആയപ്പോഴത്തേക്ക് ഒട്ടും കൊള്ളൂല. രണ്ടതായ പിന്നെ കമലാസിനെ കാണിച്ച് നമ്മൾ ഇരുത്തി. VFX ഒക്കെ എങ്ങനെയുണ്ട്? നല്ലതായിട്ട് എടുത്തിട്ടുണ്ടല്ലേ? ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട്. ഹോളിവുഡായിട്ട് അതൊന്നും കമ്പയർ ഉണ്ടായി. ബെസ്റ്റ് പടം. ആ ലെവലൊന്നും അല്ല, അത് വേറെ ബഡ്ജറ്റ്. ആ ബഡ്ജറ്റ് വെച്ച് നോക്കണ്ട, പക്ഷെ ഉഗ്രമായിട്ട് എടുക്കും. പടം എങ്ങനെയുണ്ട്? ദുൽഖറുണ്ടോ സിനിമയില്? അത് നിങ്ങൾ കാണണം. എങ്ങനെയുണ്ട്? VFX ഒക്കെ എങ്ങനെയുണ്ട്? ശരിക്കും കിട്ടില്ല. എൻ്റെ അടുത്ത് ഞാൻ രാവിലെ ആരോ പറഞ്ഞു പടം അത്ര പോരാന്ന് പറഞ്ഞാണ് വന്നത്. അത് ശരി, പക്ഷെ ശരിക്കും കിട്ടില്ല. നല്ല പടം അല്ലേ? പിന്നെ നല്ല പടം. പിന്നെ VFX ഒക്കെ എങ്ങനെയുണ്ട്? VFX ഇത്ര കാലം ഇറങ്ങിയാൽ ഏറ്റവും ബെസ്റ്റ്. ഏറ്റവും നല്ല മെയിൽ ആക്ടേഴ്സിൽ ഏറ്റവും പെർഫോം ചെയ്തിരിക്കുന്ന അമിതാഭ് ബച്ചനാണ്. പുള്ളിയുടെ ഒരു ഏറ്റവും വലിയൊരു പീക്ക് ലെവൽ പെർഫോമൻസ് എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ ചെറിയ ബോംബാണെന്നൊക്കെ തോന്നിപ്പോകും, പക്ഷെ അല്ല, സെക്കൻഡ് ഹാഫിൽ നല്ലോണം പുള്ളിയിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഫസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ കാണണം. ഗംഭീര സംഭവം. ഈ ഒരു ഏജിലും ഇത്രയും ഒരു പീക്ക് ലെവൽ സംഭവം. എങ്ങനെയുണ്ടായിരുന്നു പടം? സൂപ്പർ മൂവി, ഹോളിവുഡ് റേഞ്ചിലായിരുന്നു. സിനിമ എങ്ങനെയുണ്ട്? നല്ല പടം. ദുൽഖറൊക്കെ ഉണ്ടോ? ദുൽഖർ എങ്ങനെയുണ്ട്? മലയാളികളുടെ മാനം കാത്തോ? അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സേ ഉള്ളൂ അല്ലേ? അവസാനമായപ്പോഴത്തെ പടം വന്ന് അവസാനം കമ്പിത്തിരിയും മത്താപ്പൂതെല്ലാം അത് വാച്ച് കിടക്കുന്നത്. വാച്ച് ഇടുമ്പോഴത്തേക്ക് നേരെ ഇങ്ങനെ മറ്റേ മിന്നൽ പോകുമ്പോൾ ഇങ്ങനെ പോയി ഇറത്ത് വന്നു അവിടെ പോകണം, പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ അവിടെ പോയി പൊട്ടണ്. ഇതൊക്കെ എന്തോന്ന്. കഥ മൊത്തത്തിൽ മനസ്സിലായിട്ടില്ലെന്നാണ് പറയുന്നത്. കഥ മൊത്തം മനസ്സിലായില്ല. കൽക്കി എന്ന് പറയുന്ന അവസാനം ഇത് അർജുനെ കാണിക്കണ്, കർണനെ കാണിക്കണ്. ഇതിലാരാണ് അർജുന്, ആരാണ് കൃഷ്ണ? അവസാനമായപ്പോ മഹാഭാരതി കൊണ്ട് എത്തിച്ചേക്കണ്. ആളിനാൾ പ്രഭാസ് മൂവിയായിട്ട് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവർക്കും ഈക്വൽ റോളാണുള്ളത്. കമലഹാസൻ ഒരു രക്ഷയില്ല, അടിപൊളിയായി. നല്ല പടം. 1000 കോടി കളക്ടിയോ? 1000 അതറിഞ്ഞൂടാ, 100 കയറും. 100 ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് കയറുന്നതാണ് കണക്കുകൾ പറയുന്നത്. അത് എന്തായാലും നല്ല പടമാണ്. VFX നന്നായിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ആണോ സെക്കൻഡ് ഹാഫ് ആണോ? സെക്കൻഡ് ഹാഫ് ആണ് നല്ലത്. ഫസ്റ്റ് ഹാഫ് നമ്മൾ നമുക്ക് ഡൗട്ട് അടിക്കുന്നത് മറ്റേ സാഹോദര പോലെ ആദിപുരുഷനെ പോലെ പൊട്ടി പോകുന്നതാണ്. അങ്ങനെ ആവുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് ഭയങ്കര പുള്ളിയിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ലതാണ്. ക്ലൈമാക്സ് നല്ല മനോഹരമായ ക്ലൈമാക്സ് ആണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി കിടിലായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ ആയിരുന്നു. പാട്ടുകൾ അങ്ങനെ അത്രയ്ക്ക് വന്നില്ലെങ്കിലും BGM ഒക്കെ നല്ലതാണ്. ഒരുപാട് മൊമെന്റ്സ്, പിന്നെ BGM ഒക്കെ നല്ല കിടിലായിട്ട് വെച്ചിട്ടുണ്ട്. ഏറ്റവും ഹൈലൈറ്റ് അമിതാഭ് ബച്ചൻ. ബാഹുബലിക്ക് മുകളിൽ നിൽക്കുന്ന പടമാണല്ലേ? അപ്പോൾ 1000 കോടിക്ക് മുകളിൽ പ്രതീക്ഷിക്കാവോ? അത് ഡിഫറൻസ് ആണ്. എല്ലാവർക്കും ഇഷ്ടമായ 1000 കോടി അടിക്കാനുള്ള സാധ്യതയുണ്ട്. 1000 കോടി അടിച്ചില്ലെങ്കിൽ അവർക്ക് നഷ്ടമാണ്. കാരണം ബഡ്ജറ്റിന് ഏതാണ്ട് 600 കോടി. ആദിപുരുഷ പോലെ ഒന്നും അങ്ങനെ ബോറല്ല. 700 കോടി തൊലച്ചതുപോലെ അങ്ങനെയൊന്നുമില്ല. 600 കോടിക്കുള്ളതുണ്ട്. ഒരു പടത്ത് അത്യാവശ്യം തെറ്റില്ലാത്ത പടമാണ്. 1000 കോടി അടക്കോ? തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. കമലഹാസനും ക്യാമിയോ ആണോ അതോ ത്രൂ ഔട്ട് ഉണ്ടോ? ത്രൂഔട്ട് അല്ല, എന്നാലും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഓക്കെ. അപ്പോൾ 600 കോടിക്കുള്ള ബഡ്ജറ്റ് ഉണ്ടോ സിനിമ? അടിപൊളി VFX ഗ്രാഫിക്സ് എല്ലാം വിഷ്വൽ ട്രീറ്റ് ആണ്. നല്ല വിഷ്വൽ ട്രീറ്റ് ആണ്. ഏകദേശം ഇംഗ്ലീഷ് മൂവീസ് എടുത്തേക്കുന്ന ലെവലിൽ ഉണ്ട് സംഭവം. ഓക്കെ. അല്ലല്ല, എല്ലാവരും സെയിം ആണ്. പക്ഷേ അമിതാഭ് ബച്ചന് കുറച്ചുകൂടി സ്കോർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുറച്ച് നേരം ഇവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ദുൽഖറിന് ഡയലോഗ് ഇല്ല, പക്ഷെ ആക്ഷൻസ് മാത്രമാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു. ഇതിന്റെ സെക്കൻഡ് നമ്മൾ കാണാൻ വേണ്ടി ഏറ്റവും ലാസ്റ്റ് വല്ലാമനെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പിന്നെ തിയേറ്റർ പിന്നെ കത്തിച്ചു കളയും. അറിയാമല്ല പിന്നെ വല്ലാമൻ. അമിതാഭ് ബച്ചനൊന്നും ഒന്നുമല്ല, കൂടുതലും അമിതാഭ് ബച്ചനെ തന്നെ. പ്രഭാസ് ഭയങ്കര ബാഹുബലി പോലെ ആയിട്ടുള്ളതെന്നല്ല. രാജമൗലി ഉണ്ട് ഇതിൽ. രാജമൗലി വന്ന് മറ്റേ പിള്ളേരെ ലുലു മാളിൽ വണ്ടി ഓടിക്കൂലേ, അതേപോലെ വണ്ടി ഓടിച്ചിട്ട് വന്നിട്ട് പ്രഭാസിനെ 2 തട്ട്. ഇയാളെ കണ്ട് വീണ്ടും എൻ്റെ 5 വർഷം പോയി എന്ന്. കാര്യം 5 വർഷം കാത്തിരിക്കുമ്പോഴത്തേക്ക് അയാൾ ഒരു പടം കൊടുക്കുന്നത് അവന് 500 വർഷം ഇരുന്ന് കഴിഞ്ഞാൽ അത് കിട്ടൂല. പ്രഭാസിന്റെ മുൻ പടം സലാറിനേക്കാളും ബെറ്റർ ആണോ? എനിക്ക് എന്താ പറയാ, ബാഹുബലിക്ക് ശേഷം ഒത്തിരി സിനിമ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. എനിക്ക് സലാർ ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പ്രഭാസിന്റെ മറ്റൊരു 1000 കോടിയായിരുന്നു. അതെ,
എന്തോന്ന് ചുമ്മാ 700 കോടി. ബാഹുബലിയുടെ ആ ലെവൽ എത്തിയിട്ടില്ലല്ലേ സിനിമ? ബാഹുബലിയുടെ ലെവൽ എത്തിയില്ല. ഇത് പടം പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ. നമ്മൾ ഫാമിലിയോട് വരാൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുള്ളൂ. 600 കോടി ബഡ്ജറ്റിൽ ചെയ്തിട്ട് അതിന്റെ 600 കോടിയാണ് മലയാളത്തിൽ നമുക്ക് 40-50 സിനിമ അടിപൊളിയായിട്ട് അതിൽ 35 സിനിമ പയ്യന്മാർ ഇപ്പോഴത്തെ ഡയറക്ടർമാർ കൊച്ചു പയ്യന്മാർ ആമാര് സെറ്റാക്കി ഇടുന്നതായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണമായിരുന്നു. ചുമ്മാ എന്തോന്ന് 3 മണിക്കൂർ ടൈം പോയത് ഞാൻ അറിഞ്ഞില്ല. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ എന്താ പറയുക, ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തുന്ന ഒരു പാറ്റേൺ ഉണ്ട്. അപ്പം വിചാരിച്ച് സെക്കൻഡ് ഹാഫും ഈ ഒരു മോഡലായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിലോട്ട് പടം കടക്കുമ്പോൾ ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു 10 ഇരട്ടി ബ്യൂട്ടി വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. സെക്കൻഡ് ഹാഫ് വേറൊരു ലെവലാണ്. നല്ല ഭയങ്കര ഗ്രാഫിക്സ് സൂപ്പറാണ്. ഹൈ ക്വാളിറ്റി നമ്മൾ ലോർഡ് ഓഫ് ദ റിങ്സ് ഒക്കെ ഇംഗ്ലീഷ് മൂവി കാണുന്ന ലെവലിലുള്ള റെഫറൻസ് ഒരുപാടുണ്ട്. കാരണം അവഞ്ചേഴ്സ്, മെട്രിക്സ്, ട്രാൻസ്ഫോമേഴ്സ്, മാഡ് മാക്സ് എല്ലാം കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കൊള്ളാം, ഒരു രസമുണ്ട്. എല്ലാം കോപ്പി ചെയ്ത് വന്നെങ്കിലും ബോർ ആവുന്നില്ല. കഥയിലോട്ട് ജെല്ലാവുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് നല്ലോണം ജെല്ലാണ്. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് നല്ല കത്തിയാണ്. പിന്നെ മലയാളം ഡബ് കുറച്ച് ദയനീയമാണ്. അത് ചില സമയം കോമഡി ആയി പോകുന്നുണ്ട്. പക്ഷെ അല്ലാതെ നല്ലതാണ്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല. തിയേറ്റർ വാച്ച് മസ്റ്റ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. സെക്കൻഡ് പാർട്ട് കാണാൻ പോകും. പിന്നെ സെക്കൻഡ് പാർട്ട് കാണാൻ പോകും. കാര്യം കമലഹാസനെ കാണിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അതാണ് ഈ പടത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാര്യം അല്ലെങ്കിൽ കമലഹാസനെ കാണിച്ച് നിർത്തിയില്ലെങ്കിൽ ഇതാരും കാണാൻ പോകൂല. അതാണ് സകല വല്ലാമല കാണിച്ചു വെച്ചാണ് അങ്ങേര് പൊളിക്കും. തിയേറ്റർ കത്തിക്കുകയും ചെയ്യും.